Dear students, welcome back to International Economics. Today we are going to discuss about the Heckscher-Ohlin theory or the factor abundance theory. നമ്മൾ ഡിഗ്രി ക്ലാസ്സുകളിലൊക്കെ കേട്ടിട്ടുണ്ട് വാട്ട് ഈസ് ഹെക്ഷർ-ഓഹ്ലിൻ തിയറി എന്നുള്ളത് അല്ലെ. ഇന്റർനാഷണൽ ട്രേഡ് തിയറീസ് പ്രധാനമായിട്ടും നമുക്ക് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ദാറ്റ് ഈസ് പ്രീ ക്ലാസിക്കൽ ആൻഡ് ക്ലാസിക്കൽ ആൻഡ് മോഡേൺ തിയറീസ്. ഓക്കെ, പ്രീ ക്ലാസിക്കൽ തിയറീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വരുന്നത് ഈ മെർക്കന്റലിസം അതുപോലുള്ള തിയറീസ് ഒക്കെയാണ് പ്രീ ക്ലാസിക്കൽ പീരീഡിൽ വരുന്നത്. ഓക്കെ, ദെൻ ക്ലാസിക്കൽ പീരീഡിൽ വരുന്ന തിയറീസ് ആണ് ഈ അബ്സല്യൂട്ട് കോസ്റ്റ് അഡ്വാൻറ്റേജ് തിയറി, അതുപോലെ തന്നെ റിലേറ്റീവ് കോസ്റ്റ് അഡ്വാൻറ്റേജ് തിയറി ഓർ കമ്പാരറ്റീവ് കോസ്റ്റ് അഡ്വാൻറ്റേജ് തിയറി എന്നിവയൊക്കെ. ഓക്കെ, അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് മോഡേൺ തിയറി ഓഫ് ഇന്റർനാഷണൽ ട്രേഡ് ഈസ് കോൾഡ് ദ ഹെക്ഷർ-ഓഹ്ലിൻ തിയറി. It is also known as the modern theory of international trade, Heckscher-Ohlin theory and factor abundance theory. Okay. Then the factor endowments and Heckscher-Ohlin theory. The classical comparative cost theory maintained that the comparative cost advantage of trading nations was based on the differences in labor productivity, but they failed to provide satisfactory explanation for such differences. Okay, നമുക്ക് അറിയാവുന്നതാണ് ഈ ക്ലാസിക്കൽ തിയറികളുടെ ഒക്കെ പ്രത്യേകത. ഈ ക്ലാസിക്കൽ തിയറികളിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്ന പ്രധാനപ്പെട്ട ഒരു അസംഷൻ എന്തായിരുന്നു? ലേബർ ഈസ് ദ ഓൺലി ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ. ഓക്കെ, അപ്പോ ഈ കമ്പാരറ്റീവ് രാഷ്ട്രങ്ങൾ തമ്മിലുള്ള പ്രൊഡക്ഷൻ കോസ്റ്റുകളൊക്കെ റിലേറ്റ് ചെയ്തിരിക്കുന്ന എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഈ ലേബർ പ്രൊഡക്ടിവിറ്റിയുടെ വ്യത്യാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് അല്ലെ. വ്യത്യസ്ത രാജ്യങ്ങളിൽ വ്യത്യസ്ത തരത്തിലുള്ള ലേബർ പവറുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് കമ്മോഡിറ്റീസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ എത്ര ലേബർ പവർ ഉപയോഗിക്കുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു കമ്പാരറ്റീവ് അഡ്വാൻറ്റേജ് നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ അവർക്ക് കൃത്യമായിട്ട് ആ ഒരു ലേബർ പ്രൊഡക്ടിവിറ്റി പ്രൂവ് ചെയ്യാനായിട്ട് ഈ ക്ലാസിക്കൽ പീരീഡിൽ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു സ്റ്റഡിയാണ് മോഡേൺ തിയറിയിൽ ഹെക്ഷർ-ഓഹ്ലിൻ നടത്തിയിട്ടുണ്ടായിരുന്നത്. എലി ഹെക്ഷർ ആൻഡ് ബെർട്ടിൻ-ഓഹ്ലിൻ എന്ന് പറയുന്ന രണ്ട് സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാരാണ് ഈ ഒരു തിയറി ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ രണ്ട് പേരും ചേർന്നുകൊണ്ട് ഈ ഒരു തിയറി ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, then the theory for analyzing the pattern of international trade developed by Swedish economists Eli Heckscher and Bertil-Ohlin attempt to deal with this question. This theory did not supplant the comparative cost theory but supported it by providing explanation for the relative commodity price differences between the countries and their respective comparative advantages. Okay, അപ്പോൾ ഇത് മുഴുവനായിട്ടും ഒരു കമ്പാരറ്റീവ് കോസ്റ്റ് അഡ്വാൻറ്റേജ് തിയറിയുടെ ഒരു ക്രിറ്റിസിസം ആയിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. ഈ ഒരു തിയറിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്ലാസിക്കൽ കമ്പാരറ്റീവ് കോസ്റ്റ് അഡ്വാൻറ്റേജ് തിയറിയുടെ ഒരു ഡീറ്റെയിൽ അല്ലെങ്കിൽ കുറച്ചുകൂടി ഒരു എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള ഒരു തിയറിയാണ് ഈ ഒരു ഹെക്ഷർ-ഓഹ്ലിൻ തിയറി എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഓക്കെ, then Heckscher-Ohlin theory addressed to questions largely explained by Ricardo what determines the comparative advantage. അല്ലെ, റിക്കാർഡോയുടെ കമ്പാരറ്റീവ് അഡ്വാൻറ്റേജ് തിയറിയിൽ എന്താണ് ഈ കമ്പാരറ്റീവ് അഡ്വാൻറ്റേജ് നിർണ്ണയിക്കപ്പെടുന്നത്, എങ്ങനെയാണ് ഈ രണ്ട് രാഷ്ട്രങ്ങളുടെ കമ്പാരറ്റീവ് കോസ്റ്റ് അഡ്വാൻറ്റേജ് നിർണ്ണയിക്കപ്പെടുന്നത്, അതുപോലെ തന്നെ വാട്ട് എഫക്ട് ഡസ് ഇന്റർനാഷണൽ ട്രേഡ് ഹാവ് ഓൺ ദ ഏർണിംഗ്സ് ഓഫ് വേരിയസ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ട്രേഡിംഗ് നേഷൻസ്. ഓക്കെ, അപ്പോ ഈ തരത്തില് രാഷ്ട്രങ്ങൾ തമ്മിലുണ്ടാവുന്ന ട്രേഡിലൂടെ എങ്ങനെയാണ് അവരുടെ ട്രേഡ് ഏർണിംഗ്സ് നിർണ്ണയിക്കപ്പെടുന്നത്. ഓക്കെ, അപ്പൊ അതിനൊക്കെയുള്ള ഒരു ക്ലിയർ കട്ട് ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ ആണ് ഹെക്ഷർ-ഓഹ്ലിൻ തിയറിയിലൂടെ നടത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. ഓക്കെ, ബിക്കോസ് ഹെക്ഷർ-ഓഹ്ലിൻ മെയിൻറ്റെയിൻഡ് ദാറ്റ് factor endowments underlie a nation's comparative advantage. Their theory become known as the factor endowment theory. It is also known as Heckscher-Ohlin theory. ഓക്കെ, അപ്പൊ എന്തുകൊണ്ടാണ് ഇതൊരു ഫാക്ടർ എൻഡോമെന്റ് തിയറി എന്ന് പറയുന്നത്? അതായത് ഒരു കൺട്രിയിൽ നിലനിൽക്കുന്ന ഫാക്ടർ അബണ്ടൻസ് ആണ് ഈ കൺട്രീസിന്റെ കമ്പാരറ്റീവ് അഡ്വാൻറ്റേജ് നിർണ്ണയിക്കുന്നത്. ഓക്കെ, ഇപ്പൊ ലേബർ ആണ് കൂടുതലായിട്ട് ഒരു കൺട്രിയിൽ ലഭിക്കുന്നതെന്നുണ്ടെങ്കിൽ ആ ലേബർ ഉപയോഗിച്ച് ലേബർ വളരെ ചീപ്പായിട്ട് ആ കമ്മ്യൂണിറ്റിയിൽ അല്ലെങ്കിൽ അവരുടെ എക്കണോമിയിൽ ലഭിക്കുകയും അത് കൂടുതലായിട്ട് ഉപയോഗിച്ചുകൊണ്ട് എന്താണ് പ്രൊഡക്ഷൻ നടത്താനായിട്ടും സാധിക്കും. ഓക്കെ, അപ്പൊ അത്തരത്തില് ഫാക്ടർ എൻഡോമെന്റിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു തിയറി ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഈ ഒരു തിയറി ഈസ് ഓൾസോ നോൺ ആസ് ഫാക്ടർ എൻഡോമെന്റ് തിയറി. ഓക്കെ, then the Heckscher-Ohlin theory focuses on the differences in the relative abundance of factors of production in various nations as the most important determinant of the difference in relative commodity prices and comparative advantage. Okay, ഈ ഒരു തിയറി പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്തതിനാണ് ദാറ്റ് ഈസ് ദ റിലേറ്റീവ് അബണ്ടൻസ്. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ഏത് ഫാക്ടർ ആണോ അബണ്ടന്റ് ആയിട്ടുള്ളത്, ഏത് ഫാക്ടർ ആണോ വളരെ ചീപ്പർ ആയിട്ട് അവിടെ ലഭിക്കുന്നത് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് അവരൊരു കമ്പാരറ്റീവ് കോസ്റ്റ് അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ കമ്പാരറ്റീവ് അഡ്വാൻറ്റേജ് റിലേറ്റീവ് അഡ്വാൻറ്റേജ് തീരുമാനിക്കുന്നത്. ഓക്കെ,
The Heckscher-Ohlin theory can be expressed in the form of two theorems, the so-called Heckscher-Ohlin theorem and the factor price equalization theorem. Okay, അപ്പോൾ ഇത് നമ്മൾ പ്രധാനമായിട്ടും ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ ആദ്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് that is the Heckscher-Ohlin theorem. Then there are some of the assumptions of this theory. First assumption is there are two nations, that's nation 1 and nation 2, two commodities, that is commodity X and commodity Y, and two factors of production, labor and capital. Okay, അതായത് ഇതൊരു 2x2x2 മോഡൽ ആണ് എന്ന് നമുക്ക് പറയാനായി സാധിക്കും. There are two countries, two commodities and two factors of production. That is the first assumption for Heckscher-Ohlin theory. Both the nations use the same technology in production. അതായത് രണ്ട് രാഷ്ട്രങ്ങളും ഉപയോഗിക്കുന്ന ടെക്നോളജി എന്ന് പറയുന്നത് എന്താ? അതായത് സാങ്കേതിക വിദ്യ, കമോഡിറ്റീസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യ എന്ന് പറയുന്നത് സെയിം ആണ്. ഓക്കെ, കമോഡിറ്റി എക്സ് ഈസ് ലേബർ ഇന്റൻസീവ് ആൻഡ് കമോഡിറ്റി വൈ ഈസ് ക്യാപിറ്റൽ ഇന്റൻസീവ് ഇൻ ബോത്ത് nations. ഓക്കെ, രണ്ട് കമോഡിറ്റീസ് ആണുള്ളതെന്ന് പറഞ്ഞു, എക്സും വൈയും അല്ലേ. അതിൽ എക്സ് കമോഡിറ്റി ഈസ് labor intensive and the Y commodity is capital intensive. Okay, then the another assumption is both commodities are produced under constant returns to scale in both nations. Like രണ്ട് commoditiesum എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? under constant returns to scale. What do you mean by constant returns to scale? അതായത് എത്ര ഇൻപുട്ടിൽ വർധനവ് ഉണ്ടാക്കുന്നുണ്ടോ അതിന് ആനുപാതികമായിട്ടുള്ള വർധനവ് എവിടെ ഉണ്ടാകുന്നുണ്ട്? ഔട്ട്പുട്ടിലും വർധനവ് ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതില് ഫിസിക്കൽ ടേംസിൽ ഇൻപുട്ടുകളുടെ ഫിസിക്കൽ ടേംസിലാണ് അവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ആ ഫിസിക്കൽ ടേംസിലുള്ള വർധനവ് എവിടെ ഉണ്ടാവും? ഔട്ട്പുട്ടിലും ഉണ്ടാവും. ഓക്കെ, അപ്പോ then constant returns to scale. Then there is incomplete specialization in production in both the nations. There is incomplete specialization. Incomplete specialization means അതായത് ഇപ്പോൾ ഒരു ലേബർ അവിടെ അബണ്ടന്റ് ആണെങ്കിൽ കൂടി ആ ഒരു ലേബർ മുഴുവനായിട്ട് സ്പെഷ്യലൈസ് ചെയ്തിട്ട് പ്രൊഡക്ഷൻ നടത്താനായിട്ട് ആ ഒരു കൺട്രിക്ക്, ദാറ്റ് ഈസ് ഇൻകംപ്ലീറ്റ് സ്പെഷ്യലൈസേഷൻ. ദെൻ tastes are equal in both the nations. The taste and preferences of the nation or the economy will be the same. So these are the main assumptions. There are some of the another assumptions for HO theory. There is perfect competition in both commodities, factor markets in both nations. രണ്ട് രാഷ്ട്രങ്ങളിലും എ ബി എന്ന് പറയുന്ന രണ്ട് രാഷ്ട്രങ്ങളിലും ഫാക്ടേഴ്സിന്റെ കാര്യത്തിലായാലും അതുപോലെ തന്നെ കമ്മോഡിറ്റീസിന്റെ കാര്യത്തിലായാലും there is a perfect competition. Then there is perfect mobility within each nation but no international factor mobility. That is the another assumption. The factors of production are mobile within the country and immobile between the countries. രാഷ്ട്രങ്ങൾ തമ്മിൽ ട്രേഡ് റിലേഷൻസ് നിലനിൽക്കുന്ന സമയത്ത് അവിടെ ഫാക്ടേഴ്സിന്റെ മൂവ്മെന്റിൽ എന്താണ് കുറച്ചധികം ഇമ്മൊബിലിറ്റി ഫീൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ വളരെയധികം ആക്സസിബിൾ അല്ല എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ദാറ്റ് ഈസ് ഇന്റർ റീജിയണൽ ട്രേഡില് ഫാക്ടർ മൊബിലിറ്റി നിലനിൽക്കുന്നില്ല. ദെൻ mobility നിലനിൽക്കുന്നത് ഇന്റർനാഷണൽ ട്രേഡ് നടക്കുന്നതാണ് ഫാക്ടർ മൊബിലിറ്റി. Then there are no transportation costs, tariffs or other obstructions to the free flow of international trade. That is the another assumption. There is no transportation cost, no tariff or other obstructions. അതായത് നമ്മൾ ഈ ഒരു മോഡേൺ വേൾഡിൽ കാണുന്ന തരത്തിലുള്ള യാതൊരു വിധത്തിലുള്ള ട്രേഡ് ബാരിയറുകളും നിലനിൽക്കുന്നില്ല. This is one of the another assumption. Then all resources are fully employed in both nations. അല്ലേ, അവിടെ ലഭ്യമായിട്ടുള്ള മുഴുവൻ വിഭവങ്ങളും മുഴുവനായിട്ടും എന്താണ് പ്രൊഡക്റ്റീവ് ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ദാറ്റ് ഈസ് അനദർ അസംപ്ഷൻ. ആൻഡ് ഇന്റർനാഷണൽ ട്രേഡ് ബിറ്റ്വീൻ ദ ടു നേഷൻസ് ഈസ് ബാലൻസ്ഡ്. ഇന്റർനാഷണൽ ട്രേഡ് ബിറ്റ്വീൻ ദ ടു നേഷൻസ് ഈസ് ബാലൻസ്ഡ്. അതായത് രണ്ട് രാഷ്ട്രങ്ങളുടെയും ഒരു രാഷ്ട്രത്തിന്റെ എക്സ്പോർട്ട് എത്രയാണോ അത് തന്നെയായിരിക്കും മറ്റൊരു രാഷ്ട്രത്തിന്റെ ഇമ്പോർട്ട്. ഇപ്പൊ എ ബി എന്ന് പറയുന്ന രണ്ട് കൺട്രീസ് ആണ് നമ്മളിവിടെ എക്സാമ്പിൾ ആയിട്ട് എടുക്കുന്നത്. അതായത് എയുടെ എക്സ്പോർട്ട് എന്ന് പറയുന്നതാണ് ബിയുടെ ഇമ്പോർട്ട്സ് ആണ്. നേരെ തിരിച്ചും, അതായത് ബിയുടെ എക്സ്പോർട്ട് എന്ന് പറയുന്നത് എയുടെ ഇമ്പോർട്ട് ആയിട്ട് മാറുന്നു. ഓക്കെ, ഇപ്പൊ പ്രധാനമായിട്ടുള്ള അസംപ്ഷൻസ് ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. There are two nations, two commodities and two factors of production. Then both nations use the same technology. Then commodity X is labor intensive, commodity Y is capital intensive. Both the commodities are produced under constant returns to scale in both nations. There is incomplete specialization production in both nations. Tastes are equal in both the nations. Okay, then next year there is perfect competition in both commodities and factor markets. There is perfect mobility within each nation but no international factor mobility. There are no transportation costs, tariffs or other obstructions to the free flow of international trade. All resources are fully employed in both nations. International trade between the two nations is balanced. So ഈ പറഞ്ഞ ഈ അസംപ്ഷൻസ് എല്ലാം മുൻനിർത്തിക്കൊണ്ടാണ് ഹെക്സ്ചർ-ഓഹ്ലിൻ തിയറി എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് നമ്മൾ പോകുന്നത്.
അല്ലെങ്കിൽ ഈ ഒരു രണ്ട് എക്കണോമിസ്റ്റുകൾ മുന്നോട്ട് വെച്ച അവരുടെ തിയറി എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് വേണ്ടി മുന്നോട്ട് വെച്ചിട്ടുള്ള അസംഷൻസ് ആണ് നമ്മൾ കണ്ടു കഴിഞ്ഞത്. ഓക്കെ ഡിയർ സ്റ്റുഡൻസ്, ഹെക്സർ-ഓഹ്ലിൻ തിയറി പറയുന്നതിന് മുൻപായിട്ട് നമുക്ക് എന്താണ് ഫാക്ടർ ഇന്റൻസിറ്റി, അതുപോലെ തന്നെ എന്താണ് ഫാക്ടർ അബണ്ടൻസ് എന്നുള്ളത് നോക്കാം. അതിൽ ഫാക്ടർ ഇന്റൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ എ വേൾഡ് ഓഫ് ടു കമോഡിറ്റീസ്, അതായത് ഒരു വേൾഡില് രണ്ട് കമോഡിറ്റീസ് എക്സും വൈയും നിലനിൽക്കുന്നുണ്ട്, ആൻഡ് ടു ഫാക്ടേഴ്സ് ദാറ്റ് ഈസ് ലേബർ ആൻഡ് ക്യാപിറ്റൽ. നമ്മൾ അസംഷൻസ് പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞാണ് എക്സോ തിയറിയുടെ പ്രധാനപ്പെട്ട ഒരു അസംഷൻ ആണ് ഇറ്റ് ഈസ് എ 2x2x2 മോഡൽ, ദാറ്റ് ഈസ് ടു ഫാക്ടേഴ്സ്, ടു നേഷൻസ് ആൻഡ് ടു കമോഡിറ്റീസ്. അപ്പൊ ഇവിടെ രണ്ട് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആണുള്ളത്, ലേബർ ആൻഡ് ക്യാപിറ്റൽ. We say that commodity Y is capital intensive if the capital labor ratio used in the production of Y is greater than capital labor ratio used in the production of X. അപ്പോൾ ഈ ഒരു കാര്യത്തിന് Y കമ്മോഡിറ്റി ക്യാപിറ്റൽ ഇന്റൻസീവ് ആണെന്ന് നമുക്ക് എപ്പോഴാണ് പറയാൻ സാധിക്കുക? അതായത് K/L റേഷ്യോ കൂടുതലായിരിക്കണം. അതായത് എക്സ് ഉൽപ്പാദിപ്പിക്കുന്ന K/L റേഷ്യോനേക്കാൾ കൂടുതലാണ് Y ഉൽപ്പാദിപ്പിക്കുമ്പോഴുള്ള ക്യാപിറ്റൽ ലേബർ റേഷ്യോ എന്നുണ്ടെങ്കിൽ Y എന്താണ്? ഇറ്റ് ഈസ് എ ക്യാപിറ്റൽ ഇന്റൻസീവ് കമ്മോഡിറ്റി എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഓക്കെ, നേരെ തിരിച്ചും അപ്പൊ എക്സ് കമ്മോഡിറ്റി എന്തായിരിക്കും? ദാറ്റ് ഈസ് ലേബർ ഇന്റൻസീവ് കമ്മോഡിറ്റി. Okay, അപ്പോൾ that is the 2x2x2 assumption. Two commodities, two factors of production and two nations. അല്ലേ? അതായത് two commodities labor intensive ആവാം, അല്ലെങ്കിൽ എന്താവാം, capital intensive commodities ആവാം. Then next is what is factor abundance. There are two ways to define factor abundance. One way is in terms of physical unit, other is in terms of relative factor prices. അല്ലേ? അതായത് ഒരു കമ്മോഡിറ്റിയുടെ ഒരു ഫാക്ടറിന്റെ അബണ്ടൻസ് നമ്മൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി ദാറ്റ് ഈസ് വൺ ഈസ് ഇൻ ടേംസ് ഓഫ് ഫിസിക്കൽ യൂണിറ്റ്. അല്ലെ? ഫിസിക്കൽ യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പൊ ഒരു രാഷ്ട്രത്തില് ലേബേഴ്സ് ധാരാളമായിട്ട്, വർക്കിംഗ് ലേബേഴ്സ് ധാരാളമായിട്ടുണ്ടെങ്കിൽ എന്താണ്, ആ ഒരു കൺട്രി ലേബർ അബണ്ടന്റ് ആണെന്ന് പറയാൻ സാധിക്കും. അതേപോലെ തന്നെ ക്യാപിറ്റലിന്റെ അളവ് കൂടുതലാണ്, ഫിസിക്കൽ ആയിട്ടുള്ള അളവ് കൂടുതലാണെന്നുണ്ടെങ്കിൽ എന്താണ്, അത് ക്യാപിറ്റൽ അബണ്ടന്റ് കൺട്രി ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഓക്കെ, അപ്പൊ ഇത്തരത്തിലെ ഫിസിക്കൽ ടേംസിൽ നമുക്ക് ഒരു കൺട്രിയുടെ ഫാക്ടർ അബണ്ടൻസ് മനസ്സിലാക്കാം. അതേപോലെ തന്നെ another way is in terms of relative factor prices. റിലേറ്റീവ് ഫാക്ടർ പ്രൈസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, അതിന്റെ ചീപ്നെസ് നോക്കിക്കൊണ്ട്. അല്ലെ? ഇപ്പോ ലേബർ അബണ്ടന്റ് ആയിട്ടുള്ള ഒരു കൺട്രി ആണെന്നുണ്ടെങ്കിൽ ആ ഒരു കൺട്രിയിൽ ലേബറിന് വളരെ ചീപ്പായിട്ട്, അല്ലെങ്കിൽ ലേബർ എന്ന് പറയുന്ന ഫാക്ടർ വളരെ ചീപ്പർ ആയിട്ട് ലഭിക്കുന്നുണ്ട്. അതായത് ലേബർ ഇന്റൻസീവ് ആയിട്ടുള്ള കമ്മോഡിറ്റീസ് വളരെ ചീപ്പർ റേറ്റിൽ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെയാണ് നേരെ തിരിച്ച് സംഭവിക്കാം. ക്യാപിറ്റൽ അബണ്ടന്റ് ആണെന്നുണ്ടെങ്കിൽ അവിടെ എന്താണ്, ക്യാപിറ്റൽ ഇന്റൻസീവ് ആയിട്ടുള്ള കമ്മോഡിറ്റീസ് വളരെ ചീപ്പർ റേറ്റിൽ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഇത്തരത്തില് ഫിസിക്കൽ ടേംസിലും അതുപോലെ തന്നെ റിലേറ്റീവ് ഫാക്ടർ പ്രൈസസിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഒരു കൺട്രിയുടെ ഫാക്ടർ അബണ്ടൻസ് തീരുമാനിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, according to the definition, in terms of physical unit, nation 2 is capital abundant. അതായത് HO തിയറി പ്രകാരം പറയുന്നത് ഇവിടെ എന്താ, നേഷൻ 2 is capital abundant. രണ്ട് രാഷ്ട്രങ്ങളെന്ന് പറഞ്ഞു, അതിൽ രണ്ടാമത്തെ രാഷ്ട്രം എന്ന് പറയുന്നത് എന്താണ്, ക്യാപിറ്റൽ അബണ്ടന്റ് ആണ്. അതുകൊണ്ട് തന്നെ അവിടെ വളരെ ചീപ്പറായിട്ട് ക്യാപിറ്റൽ ഇന്റൻസീവ് കമ്മോഡിറ്റീസ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. The ratio of the total amount of capital to the total amount of labor available in nation 2 is greater than that in the nation 1. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും ക്യാപിറ്റൽ അബണ്ടന്റ് ആയതുകൊണ്ട് തന്നെ അവിടെ ക്യാപിറ്റൽ ഇന്റൻസീവ് കമ്മോഡിറ്റീസ് ആയിരിക്കും ധാരാളമായിട്ട് ഉപയോഗിക്കുന്നത്. അവിടെ K/L റേഷ്യോ എന്ന് പറയുന്നത് നേഷൻ 1നേക്കാൾ കൂടുതലായിരിക്കും. Okay, then according to the definition, in terms of factor prices, nation 2 is capital abundant if the ratio of the rental price of capital to the price of labor is lower in nation 2 than nation 1. ഇതേപോലെ തന്നെ നമ്മൾ പ്രൈസ് അല്ലെങ്കിൽ പ്രൈസ് ഓഫ് ഫാക്ടേഴ്സിന്റെ അടിസ്ഥാനത്തിൽ ഇതേപോലെ തന്നെ നമുക്ക് പറയാൻ സാധിക്കും എന്താ, നേഷൻ 2 is capital abundant if the ratio of rental of price of capital to the price of labor is lower in nation 2 than in nation 1. അതായത് ചീപ്പർ ആയിട്ട് ലഭിക്കുന്നത് കൊണ്ട് തന്നെ രണ്ടാമത്തെ നേഷനിൽ എന്താണ്, അവിടെ പ്രൈസ് ഓഫ് ക്യാപിറ്റൽ ഡിവൈഡ് ബൈ പ്രൈസ് ഓഫ് ലേബർ എന്തായിരിക്കും, ഇറ്റ് ഈസ് ലെസ് ദാൻ നേഷൻ 2. ഓക്കെ, അപ്പൊ ഇത്തരത്തിൽ നമുക്ക് രണ്ട് രാഷ്ട്രങ്ങളുടെയും ഫാക്ടർ അബണ്ടൻസ് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ദെൻ നമുക്ക് എന്താണ് HO തിയറി, അല്ലെങ്കിൽ HO തിയറിയിലേക്ക് വരുന്ന സമയത്ത് എ നേഷൻ വിൽ എക്സ്പോർട്ട് ദ കമ്മോഡിറ്റി whose production requires the intensive use of the nation's relatively abundant and cheap factor, and import commodity whose production requires the intensive use of the nation's relatively scarce and expensive factor. That is the theory.
Okay, അപ്പോൾ എന്താ ഈ തിയറി പറയുന്നത്? A nation will export the commodity whose production requires the intensive use of the nation's relatively abundant and cheap factor. അതായത് ഒരു രാഷ്ട്രത്തിനകത്ത് അബണ്ടന്റ് ആയിട്ടുള്ള ഫാക്ടർ ഏതാണോ അത് വളരെ ചീപ്പർ റേറ്റിൽ അത് ഉപയോഗിച്ചുകൊണ്ട് കമ്മോഡിറ്റീസ് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കും. ആ ഒരു കമ്മോഡിറ്റി മറ്റുള്ള രാഷ്ട്രങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്യുകയും അതേപോലെ തന്നെ ആ ഒരു രാഷ്ട്രത്തിലെ ഏറ്റവും സ്കേഴ്സ് ആയിട്ടുള്ള ഫാക്ടർ ഏതാണോ അത് ഉപയോഗിച്ചുകൊണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന കമ്മോഡിറ്റീസ് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യുകയും ചെയ്യും. ദാറ്റ് ഈസ് ദ ഹെക്സർ-ഓഹ്ലിൻ തിയറം. ഓക്കെ, ഇൻ ഷോർട്ട്, ദ റിലേറ്റീവ്ലി ലേബർ റിച്ച് നേഷൻസ് എക്സ്പോർട്ട് റിലേറ്റീവ്ലി ലേബർ ഇന്റൻസീവ് കമ്മോഡിറ്റി ആൻഡ് ഇമ്പോർട്ട്സ് ദ റിലേറ്റീവ്ലി ക്യാപിറ്റൽ ഇന്റൻസീവ് കമ്മോഡിറ്റി. അതായത് ലേബർ റിച്ച് ആയിട്ടുള്ള കൺട്രീസ് ലേബർ ഇന്റൻസീവ് കമ്മോഡിറ്റീസ് എക്സ്പോർട്ട് ചെയ്യുകയും അവിടേക്ക് ക്യാപിറ്റൽ ഇന്റൻസീവ് ആയിട്ടുള്ള കമ്മോഡിറ്റീസ് ഇമ്പോർട്ട് ചെയ്യുകയും ചെയ്യും. ഓക്കെ, നേരെ തിരിച്ചും സംഭവിക്കാം. ദാറ്റ് ഈസ് ദ തിയറി. Thus, the Hexer-Ohlin theorem postulates that the differences in relative factor abundance and relative factor prices is the cause of pre-trade commodity prices between two nations. Okay, അതായത് ഫാക്ടർ അബണ്ടൻസിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു റിലേറ്റീവ് ഫാക്ടർ പ്രൈസസിന്റെ ഒക്കെ അടിസ്ഥാനത്തിലാണ് എന്താണ് കോസ്റ്റ് ഓഫ് പ്രീ ട്രേഡ് കമ്മോഡിറ്റി പ്രൈസസ് ബിറ്റ്വീൻ ദ ടു നേഷൻസ്. അതായത് ഈ പ്രീ ട്രേഡിന് മുൻപിൽ ആ കമ്മോഡിറ്റിയുടെ പ്രൈസ് അതുപോലെ തന്നെ പ്രൈസ് നിശ്ചയിക്കുന്നത് ഈ ഫാക്ടർ അബണ്ടൻസിന്റെ അടിസ്ഥാനത്തിലാണ്. ഓക്കെ, ഫാക്ടർ അബണ്ടന്റ് ആണെന്നുണ്ടെങ്കിൽ അവിടെ വളരെ ചീപ്പർ റേറ്റിൽ ആ കമ്മോഡിറ്റീസ് ലഭിക്കും. ദെൻ ഫാക്ടർ സ്കേഴ്സ് ആണെന്നുണ്ടെങ്കിൽ എന്താണ് കോസ്റ്റ്ലി ആയിരിക്കും. Then next, this difference in the relative factor and the relative commodity prices is then translated into difference in absolute factor and commodity prices between two nations. Okay, relative factor and relative commodity prices then translated into difference in absolute factor and commodity prices between the two nations. അപ്പോൾ നമുക്ക് ഈ രീതിയിൽ പറയാൻ സാധിക്കും അബ്സല്യൂട്ട് ഫാക്ടർ അതുപോലെ തന്നെ കമ്മോഡിറ്റി പ്രൈസസ്. ചീപ്പർ ആണെന്നുണ്ടെങ്കിൽ അവിടെ കമ്മോഡിറ്റി പ്രൈസ് കുറവായിരിക്കും. then absolute factor എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ ചീപ്പർ ആണെന്നുണ്ടെങ്കിൽ that is the absolute factor of the country. Then it is this difference in absolute commodity prices in two nations that is the immediate cause of trade. അതായത് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ ആ കമ്മോഡിറ്റി പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നത് കൊണ്ട് തന്നെ അവിടെ എന്താണ് ദാറ്റ് ഈസ് ദ കോസ് ഫോർ ട്രേഡ്. അല്ലെങ്കിൽ അതുകൊണ്ടാണ് ആ ഒരു കമ്മോഡിറ്റിയുടെ ഇന്റർനാഷണൽ ട്രേഡിന് അത്രയധികം പ്രാധാന്യം അവിടെ കൽപ്പിക്കുന്നത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ധാരാളമായിട്ട് ഉത്പാദിപ്പിക്കുകയും ഡൊമസ്റ്റിക് കൺസംഷൻ കുറയുകയും ചെയ്തു കഴിഞ്ഞാൽ കുറെ അധികം സർപ്ലസ് ആയിട്ടുള്ള കമ്മോഡിറ്റീസ് അവിടെ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അത് മറ്റുള്ള രാഷ്ട്രങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്യുകയും ചെയ്യും. Then the diagrammatic representation of this Hexer-Ohlin theory is this. നമുക്കറിയാം ഈ ബോർഡ് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ രണ്ട് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവുകൾ കാണാൻ സാധിക്കും അല്ലെ. ദാറ്റ് ഈസ് A1 എന്ന് പറയുന്നത് അതുപോലെ തന്നെ A എന്ന് പറയുന്ന രണ്ട് പ്രൊഡക്ഷൻ നേഷൻ 1 നേഷൻ 2 എന്ന് സ്പെസിഫൈ ചെയ്ത് കാണിച്ചിട്ടുണ്ട്. നേഷൻ 1ന്റെ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവാണ് ഇത്. നേഷൻ 2യുടെ പ്രൊഡക്ഷൻ പോസിബിലിറ്റി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. നേഷൻ 2 എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ക്യാപിറ്റൽ ഇന്റൻസീവ് അല്ലെങ്കിൽ ക്യാപിറ്റൽ അബണ്ടന്റ് കൺട്രി ആണ്. ദെൻ നമ്മൾ y ആക്സിൽ മെഷർ ചെയ്യുന്നത് ക്യാപിറ്റൽ ഇന്റൻസീവ് കമ്മോഡിറ്റി ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നേഷൻ 2ന് ഏത് കമ്മോഡിറ്റിയാണ് റിലേറ്റീവ്ലി ചീപ്പർ റേറ്റിൽ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കുക? ദാറ്റ് ഈസ് y കമ്മോഡിറ്റി അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിന്റെ ഷേപ്പ് ഇങ്ങനെയാണ്. ദെൻ നെക്സ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നേഷൻ 1ന്റെ കാര്യത്തിൽ എങ്ങനെയായിരുന്നു? നേഷൻ 1 എന്ന് പറയുന്നത് ലേബർ അബണ്ടന്റ് കൺട്രി ആണ്. അതുകൊണ്ട് തന്നെ അവിടെ ലേബർ ഇന്റൻസീവ് ആയിട്ടുള്ള കമ്മോഡിറ്റി ആയിരിക്കും കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് ഈ ഒരു ഫസ്റ്റ് പാർട്ട് അല്ലെങ്കിൽ ഡയഗ്രത്തിൽ ഫസ്റ്റ് പാർട്ട് കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പ്രീ ട്രേഡ് സിറ്റുവേഷൻ ആണ്. അതായത് രണ്ട് രാഷ്ട്രങ്ങളും തമ്മിൽ ഇന്റർനാഷണൽ ട്രേഡിൽ ഏർപ്പെടുന്നതിന് മുൻപ് ഉള്ള ഡൊമസ്റ്റിക് കൺസംഷൻ ആണ് ഇത് കാണിക്കുന്നത്. ഓക്കെ, ഡൊമസ്റ്റിക് കൺസംഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്കറിയാം നേഷൻ 1-2യുടെ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവുമായിട്ട് പ്രൈസ് ലൈൻ PA' എന്ന് പറയുന്ന പ്രൈസ് ലൈൻ ടാൻജന്റ് ചെയ്ത് പോകുന്നു അറ്റ് പോയിന്റ് A' ആൻഡ് PA എന്ന് പറയുന്ന പ്രൈസ് ലൈൻ ടാൻജന്റ് ചെയ്ത് പോകുന്ന പോയിന്റ് ആണ് ദാറ്റ് ഈസ് A. അപ്പൊ ഇവ രണ്ടും കൂടി ടാൻജന്റ് ചെയ്ത് പോകുന്ന ഒരു ഡിഫറൻസ് കർവ് ദാറ്റ് ഈസ് I. അവിടെയാണ് ഡൊമസ്റ്റിക് കൺസംഷൻ നടക്കുന്നത്. ദെൻ നമുക്ക് ഇന്റർനാഷണൽ ട്രേഡ് അല്ലെങ്കിൽ അവിടെ രണ്ട് രാഷ്ട്രങ്ങൾ തമ്മിൽ ട്രേഡിൽ ഏർപ്പെടുന്ന സമയത്തുള്ള ഡയഗ്രാം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇവിടെ മനസ്സിലാവും ദർ ഈസ് എ ന്യൂ പ്രൈസ് ലൈൻ ദാറ്റ് ഈസ് PB. ദാറ്റ് ഈസ് ദ ഇന്റർനാഷണൽ പ്രൈസ് ലൈൻ. ഈ ഇന്റർനാഷണൽ പ്രൈസ് ലൈനിലെ ഡിഫറൻസ് കർവ് ടാൻജന്റ് ചെയ്ത് പോകുന്ന പോയിന്റ് ആണ് E എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു E എന്ന് പറയുന്ന പോയിന്റിലാണ് അവിടെ ട്രേഡ് നടക്കുന്നത്. അപ്പൊ നമുക്കിത് നോക്കി കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും E എന്ന് പറയുന്ന പോയിന്റില് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് അല്ലെ നേഷൻ 1ന്റെ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് പ്രൈസ് ലൈനുമായിട്ട് ടാൻജന്റ് ചെയ്ത് പോകുന്ന പോയിന്റ് B ആണ്. ഓക്കെ, ദെൻ ഇയിലേക്കുള്ള ഈ ഒരു ഭാഗം ശ്രദ്ധിക്കാം. അപ്പോ ഈ BC എന്ന് പറയുന്ന അത്രയും ഭാഗം ഇവിടെയാണ് B എന്ന് പറയുന്ന പോയിന്റിലാണ് പ്രൊഡക്ഷൻ നടക്കുന്നത്. അപ്പൊ BC എന്ന് പറയുന്ന അത്രയും ഭാഗം എന്താണ്? അവിടെ X കമ്മോഡിറ്റി ധാരാളമായിട്ട് ഉത്പാദിപ്പിക്കുന്നുണ്ട്.
ലേബർ അബണ്ടന്റ് കൺട്രി ആണ്, അതുകൊണ്ട് തന്നെ ലേബർ ഇന്റൻസീവ് കമ്മോഡിറ്റി ആയിട്ടുള്ള എക്സ് കമ്മോഡിറ്റി ധാരാളമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. BC എമൗണ്ട് ഓഫ് എക്സ് വിൽ ബി എക്സ്പോർട്ടഡ് ടു കൺട്രി 2. അതായത് നേഷൻ 1 എന്താ ചെയ്യാം, നേഷൻ 2 എക്സ് കമ്മോഡിറ്റി ഇത്രയും ഭാഗം എന്താണ് എക്സ്പോർട്ട് ചെയ്യും. അതേപോലെ തന്നെ ഈ ഭാഗം എടുത്ത് നോക്കാം. ഈ ഭാഗം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എന്താ CE എന്ന് പറയുന്ന ഭാഗം അല്ലെ, CE എന്ന് പറയുന്ന ഭാഗം അത്രയും ഭാഗം കൂടുതലായിട്ട് എവിടെ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കില്ല, നേഷൻ 1 പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കില്ല. ഇത്രയും ഭാഗം എന്ന് പറയുന്നത് ക്യാപിറ്റൽ ഇന്റൻസീവ് കമ്മോഡിറ്റി ആണ്. അതുകൊണ്ട് തന്നെ ഈ C എന്ന് പറയുന്ന അത്രയും എമൗണ്ട് ഓഫ് Y വിൽ ബി ഇമ്പോർട്ടഡ് ബൈ നേഷൻ 1 ഫ്രം നേഷൻ 2. അതായത് രണ്ടാമത്തെ നേഷനിൽ നിന്ന് നേഷൻ 1 ഇത്രയും ഭാഗം Y കമ്മോഡിറ്റി ഇമ്പോർട്ട് ചെയ്യും. ഓക്കെ, ഈ ഒരു സിറ്റുവേഷൻ എടുക്കാം. ഈ ഒരു സിറ്റുവേഷൻ എടുത്തു കഴിഞ്ഞാൽ നേഷൻ 2 പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവുമായിട്ട് പ്രൈസ് ലൈൻ PB ട്രാൻസിറ്റ് ചെയ്ത് പോകുന്ന പോയിന്റാണ് B'. ഓക്കെ, അപ്പൊ ഈ ഒരു പോയിന്റിൽ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ഭാഗം ദാറ്റ് ഈസ് B', C' എന്ന് പറയുന്ന അത്രയും ഭാഗം എന്താണ് Y കമ്മോഡിറ്റി ആരെ എക്സ്പോർട്ട് ചെയ്യും, നേഷൻ 2 നേഷൻ 1 എക്സ്പോർട്ട് ചെയ്യും. ദെൻ ഇവിടെയോ C', E എന്ന് പറയുന്ന അത്രയും ഭാഗം എന്താ ചെയ്യാം, അത്രയും കമ്മോഡിറ്റീസ് ഇമ്പോർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. എക്സ് കമ്മോഡിറ്റി ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യുകയും ചെയ്യും. ഓക്കെ, അപ്പോ ഈ ഒരു തിയറി പ്രകാരം ഇത്രയാണ് പറയുന്നുള്ളൂ. ഏത് കൺട്രി ആണോ ഏത് ഫാക്ടർ ആണോ അബണ്ടന്റ് ആയിട്ടുള്ളത് ആ ഒരു കമ്മോഡിറ്റി കൂടുതലായിട്ട്, ആ ഒരു ഇന്റൻസീവ് ആയിട്ടുള്ള കമ്മോഡിറ്റി കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുകയും ആ ഒരു കമ്മോഡിറ്റി എന്താണ് മറ്റുള്ള രാഷ്ട്രങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്യുകയും ചെയ്യും. സോ that is all about the Heckscher-Ohlin theorem. അപ്പോൾ ഈ ഒരു തിയറിയിൽ നമ്മൾ പ്രധാനമായിട്ടും ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട പോയിന്റുകളാണ് ഫാക്ടർ ഇന്റൻസിറ്റി, അതുപോലെ തന്നെ ഫാക്ടർ അബണ്ടൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ തന്നെ Heckscher-Ohlin തിയറത്തിന്റെ പ്രധാനപ്പെട്ട അസംഷൻസും എല്ലാം നോക്കി വെക്കുക. തിയറിയുടെ ഡയഗ്രമാറ്റിക്കൽ റെപ്രസെന്റേഷൻ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇതെല്ലാം കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. ഓക്കെ, താങ്ക് യു. We will meet in the next class with a new topic.